السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. വളരെ പവിത്രമായ റമദാൻ മാസത്തിന്റെ അവസാന പത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം. ലൈലത്തുൽ ഖദ്ർ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ, ആ രാവുകളിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പവിത്രതയും സ്ഥാനവും കൽപ്പിച്ച അതിമഹത്തായ രാവുകളാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ 83 വർഷവും ചില്ലറ മാസങ്ങളും ഉൾക്കൊള്ളുന്ന അതിനേക്കാളും പവിത്രതയുള്ളതാണ്. 83 വർഷത്തെക്കാളും പവിത്രതയുള്ളതാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിനെ ഒരാൾക്ക് ഇബാദത്തോടെ കൊണ്ട് ധന്യമാക്കാൻ സാധിച്ചാൽ 83 വർഷവും ചില്ലറ മാസങ്ങളും ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്നതിനേക്കാളും വലിയ പുണ്യം ഈ ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ മുസ്ലിമിനെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ ഒരു കാരുണ്യവുമാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ തന്റെ റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും ഇജാബത്ത് കൊണ്ടും പൊതിയുന്ന സമയമാണ് ലൈലത്തുൽ ഖദ്ർ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് എത്രമാത്രം ഈ ദിവസത്തിൽ ഇജാബത്തും മർഹമത്തും ഇത്ഖും മഗ്ഫിറത്തും എല്ലാം നൽകുമെന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടവും അല്ലാഹുവിന്റെ ഇജാബത്തും ലഭിക്കാത്ത ലൈലത്തുൽ ഖദ്റിന്റെ ഈ പവിത്രമായ രാവിൽ പോലും അല്ലാഹുവിൽ നിന്ന് യാതൊരു പരിഗണനയും ലഭിക്കാത്ത 4 വിഭാഗത്തെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. 4 വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ പോലും അവർക്ക് പുറത്തു കൊടുക്കുകയോ അവരിലേക്ക് റഹ്മത്തിന്റെ അനുകമ്പയുടെ ഒരു നോട്ടം നോക്കുകയോ ഇല്ല എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണത്? ഒന്നാമത് മുദ്മിനുൽ ഖംർ എന്ന് പറഞ്ഞാൽ കള്ളുകുടി ശീലമാക്കിയവൻ, കള്ളുകുടി പതിവാക്കിയവൻ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയവനല്ല, കള്ളുകുടി ശീലമാക്കിയവൻ. അവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ പോലും അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. രണ്ടാമത്തേത് നാം ശ്രദ്ധിക്കണം, വഅഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ടതും ഗൗരവത്തോടുകൂടെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സമയത്ത് ഒരു സ്വഹാബി വന്നിട്ട് മാതാപിതാക്കളെ സംബന്ധിച്ച് ചോദിച്ചു, നബിയെ അവരെ സംബന്ധിച്ചുള്ള നിലപാടെന്താണ്? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾ ജന്നതുക ഔ നാറുക, ഒന്നുകിൽ അവർ നിന്റെ സ്വർഗ്ഗമാണ് അല്ലെങ്കിൽ അവർ നിന്റെ നരകമാണ്. നീ അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള സഹവർത്തിത്വവും നന്നാക്കിയാൽ അവർ നിനക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഒന്ന് പിഴച്ചു പോയാൽ അവർ നിന്റെ നരകത്തിലേക്കും എത്തിക്കുമെന്നാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ താല്പര്യം. മാതാപിതാക്കളോടുള്ള ബന്ധം ഊഷ്മളമാക്കുകയും മാതാപിതാക്കളോട് പൂർണ്ണമായും അവരുടെ കാലടി ചുവട്ടിൽ നിൽക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഉമ്മയുടെ മാതാപിതാക്കളുടെ കാലിന്റെ ചോടയാണ് സ്വർഗമെന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നാം മനസ്സിലാക്കിയതുമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ പോലും, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പോലും അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല.
മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവൻ. മാതാപിതാക്കളുമായി ഉള്ള ബന്ധം മാത്രമല്ല, തന്റെ രക്തബന്ധത്തിലുള്ള അതുപോലെയുള്ള ബന്ധങ്ങളിലുള്ള ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവൻ. അവരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിലോ അതിന്റെ പകലിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല, അവർക്ക് പുറത്തു കൊടുക്കുകയില്ല, അവർക്ക് ഇജാബത്തും നൽകുകയില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവ് എന്ന് മാത്രമല്ല, ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് കട്ടായം പറഞ്ഞ ഒരു രാവിലും അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഊഷ്മളമാക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, വയുഫ്സിദൂന ഫിൽ അർദ്, അങ്ങനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അവർക്കാണ് എല്ലാവിധ ശാപവും ലഭിക്കുന്നത്. വലഹും സൂഉദ്ദാർ, അവർക്കാണ് ഏറ്റവും മോശമായ ഭവനം അഥവാ നരകമെന്ന് പറയുന്ന ഭവനം അവർക്കുള്ളതാണ് എന്നും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ പ്രത്യേകമായും ഊട്ടിയുറപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ വിളിച്ചു പറയുന്നു, അവിടുന്ന് തന്റെ വിജ്ഞാനം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ദുആ ചെയ്യാനിരിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു, ആരെങ്കിലും ഈ സദസ്സിൽ കുടുംബങ്ങളുമായി പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് അവർ എഴുന്നേറ്റ് പോകണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹം സദസ്സിൽ നിന്ന് പുറത്തു പോവുകയും അല്പസമയത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിന് ഇജാബത്ത് ലഭിക്കുകയില്ല, ഫീഹിം ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവൻ ഉള്ള ഒരു സദസ്സിന് ഇജാബത്ത് ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത്. നാലാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാവിൽ പോലും, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പോലും അല്ലാഹുവിൽ നിന്ന് പരിഗണന ലഭിക്കാത്ത വിഭാഗം അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുശാഹിനാണ്. ആരാണ് മുശാഹിൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വമനിൽ മുശാഹിൻ, ആരാണ് ഈ മുശാഹിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക സലാസ ലയാലി, 3 ദിവസത്തിലധികം തന്റെ കൂട്ടുകാരനോട് പിണങ്ങി നിൽക്കുന്നവർ, അവരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ പോലും അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. ചിന്തിക്കണം സുഹൃത്തുക്കളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് ബന്ധങ്ങൾ മുറിച്ചു കളയുക. 4 പറഞ്ഞപ്പോൾ 3 അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾക്കാണ് സ്ഥാനം നൽകിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 4 അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളെയാണ് പരിഗണിച്ചത്. കാരണം എല്ലാവിധ കലഹങ്ങളുടെയും എല്ലാ തോന്നിയാസങ്ങളുടെയും എല്ലാവിധ കലാപങ്ങളുടെയും താക്കോലാണല്ലോ മദ്യപാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മദ്യപാനികളെ ആദ്യം തന്നെ താക്കീത് ചെയ്യുന്നു. അതിനുശേഷം ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്നവർ, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവർ, സൗഹൃദ വലയങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നവർ, ഇവരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ പോലും അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാവരെയും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മാതാപിതാക്കളുമായുള്ള ബന്ധം പ്രത്യേകിച്ചും ഊട്ടിയുറപ്പിക്കുന്നവരിൽ ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് അനിഷ്ടമായ ഒരു സാഹചര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്താതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.